السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം തൗബയുടെ മാസമാണല്ലോ. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച്, അതിൻ്റെ ഗുണത്തെ സംബന്ധിച്ച്, അത് ഏതെല്ലാം രീതിയിൽ എങ്ങനെ എപ്പോഴൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട അബ്ദുസലീം ഫൈലി എനിക്ക് ഒരു സന്ദേശം അയച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി കൊണ്ട് പങ്കുവെക്കുന്നത്. ഏതായാലും ദുആയാണെങ്കിലും അതല്ല നമ്മൾ തൗബയാണെങ്കിലും നമ്മുടെ മറ്റ് അഅ്മാലുകളാണെങ്കിലും നമ്മുടെ കൽബും നാക്കും അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി വളരെ കൽബിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ആ ഇഖ്ലാസോട് കൂടെയുള്ള പ്രാർത്ഥന മാത്രമേ ഇതിന് പ്രയോജനം നൽകുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. കാരണം നമ്മുടെ നാക്ക് വേറെ, കൽബ് വേറെ, ഈ നിലക്ക് ചിന്ത വേറെ, ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു ആയമാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മുമ്പ് ഞാൻ ചെറിയ 1-2 ഉദാഹരണം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗത്തിലേക്ക് നിങ്ങളെ വിട്ടുതരാം. നമ്മുടെ കൽബും മനസ്സ് അങ്ങേ അറ്റം ആഴത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ഈ വിഷയത്തെ മനസ്സിലാക്കുകയും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ചില വ്യതിയാനങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വൈദ്യശാസ്ത്ര പ്രകാരം ഡോക്ടർ വില്യം ആർ പാർക്കർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം രോഗികളെ ചികിത്സിക്കുന്ന രീതി പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രോഗികളെ 2ആക്കി തരംതിരിച്ചു. ഒരു വിഭാഗം മെഡിസിൻ മാത്രം ഉപയോഗപ്പെടുത്തി, മറ്റൊരു വിഭാഗത്തിനെ മെഡിസിൻ ഉപയോഗപ്പെടുത്തലോടുകൂടെ പ്രാർത്ഥനയും ഉപയോഗപ്പെടുത്താൻ പറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങേയറ്റം നന്നായി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനു വേണ്ട ആ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ വളരെ അങ്ങേയറ്റത്തെ അഗാധമായ നിലയിലുള്ള പ്രാർത്ഥനയിൽ മുഴുകിയ ആളുകളുടെ രോഗം മറ്റുള്ള ആളുകളുടെ രോഗത്തേക്കാൾ പെട്ടെന്ന് സുഖപ്പെട്ടു പോവുകയാണ് ചെയ്തത് എന്ന്. ഇവിടെ നമ്മൾക്ക് ചിന്തിച്ചാൽ അറിയാം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ മനസ്സിൽ തട്ടിക്കൊണ്ടാണെങ്കിൽ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാവും. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഒരു തരം ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾക്ക് ആഗ്രഹമുള്ള ഒരു സാധനം നമ്മൾ ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വായിൽ വെള്ളം ഊറുന്നില്ലേ? നെല്ലിക്ക് കടിക്കാൻ പോകുമ്പോൾ വായിൽ വെള്ളം ഊറുന്നില്ലേ? അപ്പോൾ ഒരു തരം പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ലേ? അതുപോലെ തന്നെ കരയുമ്പോൾ നമ്മളുടെ കണ്ണുനീര്, ദുഃഖം വരുമ്പോൾ കണ്ണുനീര് വരുന്നില്ലേ? അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതിനനുസരിച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാനിവിടെ പറഞ്ഞില്ല. ഇങ്ങനെയാകുമ്പോൾ മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് ആ പ്രക്രിയ നടക്കുമ്പോൾ ഒരു തരം ഹോർമോണുകളെ അത് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. അത് കാരണമായി കൊണ്ട് അവൻ്റെ ദുന്യവിയായ വിജയങ്ങളും അതുപോലെ തന്നെ ഉഹ്റവിയായ വിജയങ്ങളും നേടാൻ കഴിയുമെന്നുള്ളത് ഇത് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ ഇതൊന്ന് നമ്മൾ കേട്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സലീം ഫൈസിയുടെ വാക്കിനെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കേട്ടു നോക്കൂ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പുണ്യമേറിയ ദിനരാത്രികളിലൂടെയാണ് നാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റമളാൻ എന്ന് പറയുന്നത് പാപമോചനത്തിന്റെ മാസമാണ്. ഷഹ്റു തൗബ എന്ന് പലയിടങ്ങളിലായി പരിശുദ്ധമായ റമളാനെ വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 10-11 മാസത്തോളം ഒരുപാട് തെറ്റുകൾ ചെയ്ത്, വേണ്ടാവൃത്തികൾ ചെയ്ത്, വേണ്ടാത്ത ചിന്ത കൊണ്ടും വികാരം കൊണ്ടും മനസ്സിൽ നിന്നും ശരീരം കൊണ്ടും വേണ്ടാത്ത ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അള്ളാഹുവിന്റെ അടിമകൾക്ക് അവന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അള്ളാഹു നൽകിയ അലംഘനീയമായ നിമിഷങ്ങളാണ് പരിശുദ്ധമായ റമളാൻ. നമുക്കറിയാമല്ലോ, റമളാനിൽ 6-7 നോമ്പുകൾ നമ്മൾ ഇവിടെ പറയുന്നു. ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത്, വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് തൗബ ചെയ്ത് പാപമോചനങ്ങൾ നടത്തി അള്ളാഹുവിലേക്ക് മനസ്സാന്നിധ്യത്തോടെ കടന്നു ചെല്ലാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. പരിശുദ്ധമായ ഖുർആനിൽ എത്രയിടങ്ങളിലാണ് അല്ലാഹു തആല ഈ വിഷയം പരാമർശിച്ചത്. ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു കാത്തിരിക്കുകയാണ്. നമ്മുടെ
തൗബയ്ക്ക് വേണ്ടി തൂബൂ ഇലല്ലാഹി ജമീഅ, അല്ലാഹുവിലേക്ക് നിങ്ങൾ മുഴുവനായി നിങ്ങൾ തൗബ ചെയ്യണേ. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാവാൻ വേണ്ടി. മറ്റൊരിടത്ത് കാണാൻ ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. എത്രയിടങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഇതൊക്കെ അല്ലാഹു തആല തൗബയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും അല്ലാഹുവിലേക്കുള്ളത് ഒരു അർത്ഥത്തിൽ കൃത്യമായി ചിന്ത നടത്തി അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിട്ടുണ്ടോ എന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ട സമയം കൂടിയാണ്. നമുക്കറിയാമല്ലോ, ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാതെ തെറ്റിനെ തൊട്ട് സംരക്ഷിതനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫീ യൗമിൻ അക്സറ മിൻ 70 മറ. അല്ലാഹുവാണ് സത്യം, തീർച്ചയായും ഞാൻ അല്ലാഹുവിലേക്ക് മാപ്പിരിക്കുകയും അല്ലാഹുവിലേക്ക് പാശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസത്തിലും 70 പ്രാവശ്യം ഞാൻ പാശ്ചാത്തപിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ശഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റൊരിടത്ത് കാണാം ഹബീബായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങണേ. അസ്തഗ്ഫിറൂ, അവനോട് നിങ്ങൾ മാപ്പുരക്കുകയും ചെയ്യണം. ഫഇന്നി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇന്നി, തീർച്ചയായിട്ടും ഞാൻ അതൂബു ഫിൽ യൗമി, ഓരോ ദിവസവും ഞാൻ ഖേദിച്ച് മടങ്ങുന്നുണ്ട്. 100 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നത് അല്ലാഹുവിന് എത്രയാണ് ഇഷ്ടമെന്ന് മുത്തുനബി പഠിപ്പിക്കുന്നത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതായത് ഇമാം ബുഖാരി മുസ്ലിം രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിഹി മിൻ അഹദിക്കും സഖത അലാ ബഈരിഹി ഫഖദ് അദല്ലഹു ഫീ അർദിൽ ഫലാത്ത്. മരുഭൂമി നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ കിട്ടുകയില്ല എന്ന് കരുതി വിശ്രമിക്കുമ്പോൾ, ഒന്നുമില്ലാത്തവനായി നിൽക്കുമ്പോൾ, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ആ ഒരു കണ്ടീഷനിൽ അവസാനം അയാൾ നഷ്ടപ്പെട്ട ഒട്ടകം അയാളുടെ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോൾ, മരണത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോൾ അദ്ദേഹത്തിന് എത്ര സന്തോഷമുണ്ടാകുന്നതോ അതിലേറെ സന്തോഷമാണ് നിങ്ങളിൽ ഓരോരുത്തരും അല്ലാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അല്ലാഹുവിനുള്ളത് എന്ന് ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ തൗബയുടെ മഹത്വങ്ങളാണെങ്കിൽ നമ്മളിൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, എണ്ണമറ്റ തെറ്റുകൾ, പടച്ച റബ്ബേ എന്റെ തൗബ സ്വീകരിക്കുമോ, എന്നെ റബ്ബിന് ആവശ്യമുണ്ടാകുമോ എന്ന്. ആ ഒരു സംശയത്തിന് മറുപടിയായി കൊണ്ടാണ് ഹബീബായ തങ്ങൾ കാലയെക്കുറിച്ച് നമ്മളോട് കൃത്യമായി പറഞ്ഞത്. നമ്മളെല്ലാവരും കേട്ട ഒരുപാട് ഹദീസുകളിലൂടെ നമ്മൾ പലപ്പോഴായി കേട്ട ഒരു ചരിത്രത്തിലുണ്ടല്ലോ, 100 ആളെ കൊന്ന കഥ പറയുന്നുണ്ട്. 99 ആളുകളെ കൊന്നതിനു ശേഷം എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു നടന്നത്. അവസാനം ഒരു ആബിദായ മനുഷ്യനെ ആരോ കാണിച്ചു കൊടുത്തപ്പോ അദ്ദേഹത്തോട് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം ചെയ്ത പാപങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് എങ്ങനെ തൗബ ലഭിക്കാനാണെന്ന് പറയുമ്പോ അവസാനം അയാളെ വെട്ടിക്കൊന്ന് 100ാമത്തെ കൊലപാതകം ചെയ്ത് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം. അവസാനം ഒരു ആര്യമായ മനുഷ്യന്റെ അടുത്തേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നത്, ഞാൻ 100 ആളുകളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ തൗബയുണ്ട്. അള്ളാഹുവിന്റെയും അവന്റെ തൗബയുടെയും ഇടയിൽ, അവന്റെയും അവന്റെ തൗബയുടെയും ഇടയിൽ ആരാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് തൗബ ചെയ്യാൻ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന വഴി മറ്റേ മരണപ്പെടുന്നവന്റെ മനസ്സിന്റെ പാശ്ചാത്താപം കണ്ട് അവൻ പോകുന്ന വഴിയും വന്ന വഴിയും മറന്ന് പോകുന്ന വഴിയിലേക്ക് കൂടുതൽ എത്തിയപ്പോഴേക്ക് ഒഴിച്ചാണ് മുമ്പിലേക്ക് നിന്നപ്പോഴേക്ക് അവന്റെ സ്വർഗത്തിന്റെ ആനയിക്കപ്പെട്ട റഹ്മത്തിന്റെ മാലാഖമാർ കൊണ്ടുപോയ ആ ഒരു അനുഭവം മതി എത്രമേൽ അല്ലാഹുവിന് ഇഷ്ടമാണ് നാം തൗബ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ. എത്ര പാപം ചെയ്തവരെയും അല്ലാഹു തൗബ സ്വീകരിക്കുമെന്നറിയാനും ഈ ഒരൊറ്റ ഉദാഹരണം നമ്മുടെ മുമ്പിൽ മതി. എത്രയോ ആളുകൾ 100 ആളുകളെ കൊന്നവന് തൗബ. അതേപോലെ നമുക്കറിയാമല്ലോ, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവര് വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായ ആ പെണ്ണ് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ, നബിയേ ഞാൻ ശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്നു,
ഞാനിങ്ങനെ വ്യഭിചരിച്ചിരിക്കുന്നു, എന്റെ കാര്യത്തിൽ ആ ശിക്ഷ ഒന്ന് നടപ്പിലാക്കി തരുമോ? ആ സമയത്ത് പ്രവാചകർ ആ ഗർഭിണിയായ പെണ്ണിന്റെ വലിയനെ വിളിക്കുകയും ആ വലിയനോട് പറയുന്നുണ്ട്, ഇവളെ നിങ്ങൾ കൊണ്ടുപോകണം, അവൾക്ക് വേണ്ട രൂപത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ അവളെ നോക്കണം. അങ്ങനെ അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതേപോലെ വലിയ കൊണ്ടുപോയി പ്രസവം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ അവളുടെ വസ്ത്രങ്ങളെല്ലാം കെട്ടി എന്നിട്ട് അവർ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. കാരണം മുഹ്സനത്തായ ഒരാൾ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്നുള്ള ഇസ്ലാമിന്റെ വിധി അവിടെ നടപ്പിലാക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അവൾ വധിക്കപ്പെട്ടു. പിന്നെ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി അമാന്തിച്ചു നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ വരുന്ന മുഹമ്മദ് നബി ലോകത്തിന്റെ നായകനെ കണ്ടപ്പോ ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അതുസല്ലി അലൈഹാ യാ ഹബീബല്ലാഹ്, അതുസല്ലി അലൈഹാ യാ ഹബീബല്ലാഹ്, നബിയെ അവരുടെ മേൽ നിസ്കരിക്കുകയാണോ? ഫഖദ് സനത്, അവൾ വ്യഭിചരിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമറേ ലതത്താബത തൗബതൻ, ആ പെണ്ണൊരു തൗബ ചെയ്തിട്ടുണ്ട് ഉമറേ, ലൗ ഖുസിറത് ബൈന 70 മിൻ അഹ്ലിൽ മദീന, മദീനക്കാരിലെ 70 ആളുകൾക്കെങ്ങാനും അവൾക്ക് ഈ കാലയളവിൽ ചെയ്ത തൗബ വീതം വെച്ചു കൊടുത്താൽ ലവസഅതുഹും, 70 ആളുകൾക്ക് സ്വർഗം നേടാൻ വിശാലമാകാൻ പറ്റുന്ന രീതിയിൽ അവളുടെ മനസ്സാന്തരത്തിൽ തൗബ വന്നിട്ടുണ്ട്. വഹൽ വജദ അഫ്ദല മിൻ അൻ ജാഅത് ബിനഫ്സിഹാ ലില്ലാഹി തആല, ആരും അറിയാതിരിക്കേണ്ട ഒരു തെറ്റ് സ്വന്തം ശരീരം അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിച്ചവളെയാണ് ഉത്കൃഷ്ടനായി ഞാനെങ്കിലും കണ്ടിട്ടുണ്ടോ ഉമറേ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തേത് തെറ്റ് ചെയ്ത ആളുകൾക്കും തൗബയുടെ കമാനങ്ങൾ അല്ലാഹു അടക്കുന്നില്ല. എല്ലാവർക്കും തൗബ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ തൗബ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കാക്ക തൗബയാകാതെ കൃത്യമായി നമ്മുടെ തൗബയായി പാശ്ചാത്താപമായിരിക്കണം. മാത്രമല്ല അതിന് രണ്ട് സമയം മാത്രമാണ് തൗബ സ്വീകരിക്കാത്ത സമയമുള്ളത്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇന്നല്ലാഹ തആല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസ്ലിമുൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്തവന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി രാത്രിയിൽ കൈകൾ നീട്ടിയിരിക്കുകയാണ് അന്റെ റബ്ബ്. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസ്ലിമുൻ ലൈലി, പകൽ രാത്രിയിൽ തിന്മ ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി പകൽ ആയാൽ അള്ളാഹു തന്റെ കൈകളെ നിർത്തുമെന്ന് പറഞ്ഞാൽ അള്ളാഹു തൗബ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ഈ പണി എല്ലാ ദിവസവും ഉണ്ട്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ ഖിയാമത്തിന്റെ വിളിയാണമെന്ന് അവസാനം പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ഖിയാമത്തിന്റെ ദിവസമായിരിക്കും. അന്ന് തൗബയുടെ കവാടം അടക്കപ്പെടും. പിന്നീട് അല്ലാഹുവിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതുവരെ രാപ്പകലുകളിൽ ചെയ്ത തെറ്റുകൾ പൊറുപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസവും അല്ലാഹുവിന്റെ തൗബയുടെ കവാടം തുറന്നു വെച്ചിട്ട് തൂബൂ ഇലല്ലാഹി തൗബത്തുൻ നസൂഹ എന്ന് വിളിച്ചു പറയുന്ന നമ്മുടെ നാഥനിലേക്ക് മടങ്ങാനാണ് നാം സമയം കണ്ടെത്തേണ്ടത്. അപ്പൊ ഒരു സമയം പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന സമയമാണ്. മറ്റൊന്ന് തൗബ സ്വീകരിക്കാത്തത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വമൻ താബ ഖബ്ല അൻ തത്ല അശ്ശംസു മിൻ മഗ്രിബിഹാ താബ അല്ലാഹു അലൈഹി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖബലു തൗബത്തൽ അബ്ദി, തീർച്ചയായും അല്ലാഹു തആല ഒരു അടിമയുടെ തൗബ സ്വീകരിക്കും. മാലം യുഗർഹിറു, അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ കിടന്ന് കളിക്കാത്ത കാലത്തോളം അതിന്റെ മുമ്പ് ചെയ്ത തൗബയും. അപ്പൊ രണ്ട് അവസരങ്ങളാണ്, രണ്ട് സാഹചര്യത്തിൽ മാത്രമാണ് തൗബ സ്വീകരിക്കാത്തത്. ഒന്ന്, ഇനി ഞാൻ ദുനിയാവിലില്ല എന്ന് ഉറപ്പിച്ച് അവന്റെ കൃത്യമായി അവന്റെ മരണത്തെ കുറിച്ച് അവന് ബോധ്യപ്പെടുന്ന ഒരു സമയം. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖിയാമയിലൂടെ പറഞ്ഞില്ലേ, കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ്, ഓരോ ആളുകളും അവരുടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ അപ്പോൾ വിളിച്ചു പറയുവാനാണ് മന്ത്രിക്കാനുള്ളത്. അവൻ വേർപിരിയുകയാണെന്ന് അവൻ കൃത്യമായി അറിയും. അവന്റെ കാലുകൾ തമ്മിൽ കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയൊരുക്കുന്ന സമയം, ആ സമയത്ത് അവൻ അറിയും അവൻ പിരിയുകയാണ് എന്ന്. അപ്പൊ ആ ഒരു സമയം അതല്ലാത്ത, അതേപോലെ തന്നെ പടിഞ്ഞാറുന്ന സൂര്യൻ എല്ലാ സമയത്തും അല്ലാഹു തൗബയുടെ കവാടം തുറന്നു വെച്ചുകൊണ്ട് തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ എന്ന് വിളിച്ചു പറയുന്ന നാഥന്റെ മുമ്പിലേക്ക് തൗബ ചെയ്യാൻ പാശ്ചാത്തപിക്കാനുള്ള നല്ല സമയങ്ങളായി എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ
പരിശുദ്ധമായ രാപ്പകലുകൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. തൗബ ചെയ്യുമ്പോൾ ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. തൗബ ചെയ്യുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഒരു തൗബ എന്ന് പറയുന്നത് പശ്ചാത്താപമാണ്. കുറെ തൗബയുടെ സദസ്സിലിരിക്കലോ അസ്തഗ്ഫിറുല്ലാഹ് കുറെ വെറുതെ പറയലോ അല്ല. തൗബ എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് അവൻ ചെയ്തു വരുന്ന എല്ലാ പാപങ്ങളെയും, അവൻ ചെയ്ത പാപങ്ങളെ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ പിഴുതെറിയുക. അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഏത് മുഖേനയാണോ, മൊബൈലിലൂടെയാണോ, സംസാരത്തിലൂടെയാണോ, അതോ അവന്റെ നോട്ടത്തിലൂടെയാണോ, പ്രവർത്തനത്തിലൂടെയാണോ, ചിന്തകളിലൂടെയാണോ, ഏത് രീതിയിലാണെങ്കിലും ആ ഒരു തെറ്റിനെ അവൻ പിഴുതെറിയുക. രണ്ടാമത് അവൻ ചെയ്തു പോയ പാപങ്ങളുടെ മേൽ ഖേദിക്കുക. എത്രയും കാലം ഞാൻ അങ്ങനെ ചെയ്ത് ജീവിച്ചില്ല നാഥ, ഞാൻ അത്ര ആളുകളെ പ്രയാസപ്പെടുത്തിയല്ല നാഥ. അല്ലാഹുവേ, ഇങ്ങനെ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തു. ആ ഒരു തെറ്റുകളെ ഓർത്തവൻ കരയുന്നുവെങ്കിൽ, അവന്റെ കണ്ണീരുറ്റുന്നുവെങ്കിൽ അവന്റെ തൗബയാണ്. മൂന്നാമത്തത്, ഇനി ഞാനത് ചെയ്യുകയില്ല എന്നവൻ ഉറപ്പിക്കുക. ഈ മൂന്നെണ്ണം തന്നെ മതി ഒരാൾ മനസ്സിലാക്കാം. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ പിഴുതെറിയുക, അവൻ ചെയ്തു പോയതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുക, ദുഃഖിക്കുക, ഇനി ചെയ്യുകയില്ല എന്നവൻ ഉറപ്പിക്കുക. നാലാമത്തത്, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇടപാടുകളോ അല്ലെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട് വേദനിപ്പിച്ചതോ അല്ലെങ്കിൽ ദൈവത്ത് പറഞ്ഞതോ അവന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ അതവനോട് പൊരുത്തം ചോദിക്കുക, തുറന്നു ചോദിക്കുക. ഒരു മടിയും വേണ്ട. നമ്മളൊന്നും കുറവായി പോവുകയില്ല. ഒരാളോട് തെറ്റിന് തൗബ ചോദിച്ചതിന്റെ പേരിൽ എനിക്ക് നിങ്ങൾ മാപ്പ് തരണമെന്ന് അയാളുടെ ക്ഷമ ചോദിച്ചതിന്റെ പേരിൽ, പൊരുത്തം ചോദിച്ചതിന്റെ പേരിൽ നമുക്കൊന്നും കുറഞ്ഞു പോവാനില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ തന്നെയാണ് തൗബയുടെ നിബന്ധനകൾ. ഈ 4 കാര്യം അംഗീകരിക്കുന്നതോടുകൂടെ, ഈ 4 കാര്യം ചെയ്യുന്നതോടുകൂടെ, മനസ്സറിഞ്ഞ് ഏകാഗ്രതയോടുകൂടെ അടച്ച റബ്ബിലേക്ക് കൈകൾ മലർത്തിയിട്ടല്ല, എനിക്ക് നീ പാപമോചനം തരണയല്ല, എന്നെ നീ കാക്കണയല്ല എന്ന് മനസ്സറിഞ്ഞ ആരെങ്കിലും റബ്ബിനോട് ചോദിക്കുന്നുവെങ്കിൽ അവനാണ് തൗബ ചെയ്തവൻ, അവനാണ് താഇബ് എന്ന് പറയുന്നത്. എന്നിട്ട് പുതിയ ജീവിതം തുടങ്ങുക. ഈ റമദാൻ അതിനുള്ളതാവട്ടെ. ഈ റമദാനിന്റെ രാത്രികളിൽ, പിന്നെ പകലുകളിൽ അതിന് സമയം കണ്ടെത്തണം നമ്മൾ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.